നീ വന്ന് തിന്ന് കഴിയുമ്പോഴത്തെ നിങ്ങൾക്ക് എല്ലാം കുറ്റം. 2-3 മാസം നീ അവന് തുറന്നു വെച്ചാൽ അടയ്ക്കാൻ പറയാൻ അവൻ എന്നോട് പറയാം മൂഞ്ചി വർത്താനം നമസ്തേ. വൃത്തിഹീനമായ രീതിയിൽ ആഹാര പദാർത്ഥം തുറന്നു വച്ച് കച്ചവടം നടത്തിയതിന് ചോദ്യം ചെയ്ത അയ്യപ്പ ഭക്തരെ തിരിച്ചു തെറി വിളിച്ച് വെല്ലുവിളിക്കുന്ന അവിശ്വാസിയായ കച്ചവടക്കാരനെയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത്. ഇത് കഴിഞ്ഞ വർഷം നടന്ന സംഭവമാണ്. എന്നാൽ ഈ മണ്ഡലകാലത്തും ഇതേ അന്യമതസ്ഥനായ ഈ കച്ചവടക്കാരൻ തന്നെ 3 കടകളാണ് ശബരിമലയിലെ പരമ്പരാഗത പാതയിൽ ടെൻഡർ വിളിച്ച കട പ്രവർത്തിക്കുന്നത്. അതും മര്യാദയ്ക്കാണോ? അല്ല. ലൈസൻസ് നൽകിയ സ്ഥലപരിധിക്ക് പുറത്തായി തന്നെയാണ് ഇത്തവണയും കച്ചവടം നടക്കുന്നത്. ആരെ പേടിക്കാനാണ്? ആര് ചോദിക്കാനാണ്? ഇനി അത് ചോദ്യം ചെയ്യാൻ പോയ ഒരു ഭക്തനുണ്ടായ അനുഭവം നിങ്ങൾ കണ്ടോളൂ. ആരാട്ടെ എന്റെ മുതലാളി? പത്തനംതിട്ടക്ക് പോയേക്കോണോ? ഇതെന്താ ഇങ്ങനെ പുറത്തിട്ടിരിക്കുന്ന കടക്ക് പുറത്ത്? അത് പുറത്തിട്ടരുത്, നിങ്ങൾ അകത്ത് വെച്ച് കച്ചവടം ചെയ്യറോ? ഇത് അവിടെയും നോക്കിയേ, അത് നോക്കിയേ വേലിക്കകത്ത് മുകളിലൊക്കെ വെച്ചിരുന്നിട്ട്. അകത്തെടുത്ത് നോക്കി. നിങ്ങൾ കളന്ന് വന്ന സ്ഥലത്ത് നിങ്ങളെടുത്ത് കച്ചവടം ചെയ്യും. ചേട്ടാ ഞാൻ വന്നോണ്ടിരിക്കുന്ന കാണുന്ന കടകൾ ചേട്ടാ ഞാൻ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അല്ലല്ല ഞാൻ കണ്ടതല്ല എനിക്ക് പറയാൻ പറ്റൂ. അല്ലല്ല അതെന്തിന് ഞാൻ താഴേക്ക് വീണ്ടും തൊഴുന്നതിൻ്റെ ഇടയ്ക്ക് തിരിച്ചിറങ്ങി വരണോ? സ്വാമിമാർക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്നല്ല, നിങ്ങൾക്ക് അളന്ന് തിട്ടപ്പെടുത്ത സ്ഥലത്ത് നിങ്ങൾ കച്ചവടം ചെയ്യാം. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. താങ്കൾക്ക് മാറ്റാൻ വേണ്ടി പറ്റുമോ? നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്തോളൂ. നിങ്ങൾക്ക് ഇത് മാറ്റാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ ഇതേപോലെ തന്നെ കച്ചവടം ചെയ്യുള്ളൂ. നിങ്ങൾ ഇറക്കി വെച്ചിട്ട് ഒന്ന് എനിക്ക് കാണണമല്ലോ. അല്ല ഒന്ന് ഞാൻ എപ്പോഴാണ് ഓൺ ചെയ്യേണ്ട? എൻ്റെ തീരുമാനമല്ലേ. ഞാൻ എപ്പോഴാണ് ഓൺ ചെയ്യേണ്ടത്? എനിക്ക് ബുദ്ധിമുട്ടാതെ തോന്നുന്ന എല്ലാ കടകളും മാറ്റി വെപ്പിക്കും. ഇത് സ്വാമിമാർക്ക് പോകേണ്ട സ്ഥലമാണ്, സ്വാമിമാർക്ക് ഇരിക്കേണ്ട സ്ഥലമാണ്, വെക്കേണ്ട സ്ഥലമാണ്. അതിന് ഉപദ്രവിക്കുന്ന രീതിയിൽ പുറത്തിട്ട് കച്ചവടം ചെയ്യാൻ പറ്റില്ല, അതെടുത്ത് അകത്തേക്ക് വെക്കണമെന്ന് പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞല്ല, സ്പെഷ്യൽ കമ്മീഷൻ ഇന്നലെ വന്നിട്ട് ഇവരോടൊക്കെ പറഞ്ഞ് ഇതെല്ലാം അകത്തേക്ക് വെച്ച് വെച്ചാ. എനിക്ക് ബുദ്ധിമുട്ടാതൊന്നും ഞാൻ പറയുന്നേ, എനിക്ക് ബുദ്ധിമുട്ടാതൊന്നും ഞാൻ കൃത്യമായിട്ടും പറയും, ഞാൻ ചെയ്യിപ്പിക്കും. അതിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. ഏത് കടയാണെങ്കിലും ബുദ്ധിമുട്ടാണ് തോന്നിയാൽ കൃത്യമായിട്ടും ചെയ്യിപ്പിക്കുന്നേ. നിങ്ങൾക്ക് പരാതിയുണ്ട്, നിങ്ങൾ പറയാം. എന്റെ പരാതി ഞാൻ പറയുന്നത്, എനിക്ക് പരാതിയുള്ള കടകളിലാണ് ഞാൻ മാറ്റിപ്പിക്കുന്നത്. നിങ്ങൾക്ക് പരാതിയുണ്ട്, നിങ്ങളത് ചെയ്യിപ്പിക്കുക. ഭക്തർക്ക് ഇരിക്കേണ്ട സ്ഥലത്ത് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഭക്തർക്ക് ഇരിക്കേണ്ട സ്ഥലത്ത് ചെയ്യാൻ വേണ്ടി വിടൂല. നിങ്ങൾ ഒരു സംശയവും വേണ്ട. ആരുതായിരുന്നാലും നിങ്ങൾക്ക് പരാതിയുണ്ട് പറയാന്ന്, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പറയും. എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാനത് ചെയ്യിപ്പിക്കും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഭക്തർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ വെച്ച് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അളന്ന് വന്ന സ്ഥലത്ത് നിങ്ങൾ കച്ചവടം ചെയ്യാം. അല്ലാത്ത സ്ഥലത്ത് ചെയ്യാൻ വേണ്ടി പറ്റൂല. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അല്ലാതെ ചെയ്യാൻ വിടൂലെന്ന്. എടുത്തോ പുറത്ത് വെച്ചിട്ട് കച്ചവടം ചെയ്യാൻ വിടൂല. ഒരു മര്യാദയും ഇല്ല. അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല സ്വാമി. അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല സ്വാമി. വളരെ സിമ്പിളാണ്. സ്വാമിക്ക് തന്നിരിക്കുന്ന സ്ഥലത്ത് സ്വാമി കച്ചവടം ചെയ്തോ. മാന്യമായി സർക്കാർ പറഞ്ഞിരിക്കുന്ന വില പ്രകാരമുള്ള വിലയെടുത്ത് മാന്യമായിട്ട് സ്വാമിമാർ കച്ചവടം ചെയ്തോ. ഇത് സ്വാമിമാർക്ക് പോകേണ്ട വഴിയാണ്, നടക്കേണ്ട വഴിയാണ്. അവിടെ നിങ്ങൾക്കിട്ട് കച്ചവടം ചെയ്യാൻ പറ്റൂല. ഇത് സ്വാമിമാർ നടന്നു പോകാനും അവർക്ക് റെസ്റ്റ് എടുക്കാനും വേണ്ടിയിട്ടാണ് ഇത്രയും സംവിധാനങ്ങൾ ഇവിടെ. ആയിക്കോട്ടെ, വേണ്ടാന്ന് എടുത്ത് അകത്ത് വെക്കൂ. നിങ്ങളോട് അതല്ല പറയുന്നത്, ഞാൻ നിയമപരമായിട്ടുള്ള കാര്യമല്ല പറയുന്നത്. നിങ്ങളെടുത്ത് അകത്ത് വെക്കൂ, കച്ചവടം ചെയ്ത്. ആർക്കാ പ്രശ്നം? അല്ലെന്നേ, നിയമപരമായിട്ടല്ലെന്നേ. ആരാ നിയമപരമായിട്ടാണോ നിങ്ങൾ ഈ പുറത്തേക്ക് ഇട്ടിരിക്കുന്നത്? ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്.
പബ്ലിക്കിനല്ല, സ്വാമി എന്നുള്ള നിലയിൽ സന്നിധാനത്ത് തൊഴാൻ പോകുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇരിക്കേണ്ട സ്ഥലത്താണ് നിങ്ങൾ വേസ്റ്റ് ഇട്ടിരിക്കുന്നതും നിങ്ങൾ സാധനം വെച്ചിരിക്കുന്നതും. എനിക്ക് അവിടെ ഇരിക്കണം എന്നൊന്നും അതിന് സൗകര്യമില്ല. അല്ല, അതുകൊണ്ട് മാറ്റുന്നേ. അത് ഫുള്ളായിട്ട് ഇരുന്നൂടെ. ഇങ്ങനെ ഒരു കഷ്ണം ചന്തി വെക്കേണ്ട കാര്യമല്ലല്ലോ. അത് ഫുള്ളായിട്ട് വെക്കാൻ പറ്റുമല്ലോ. സ്വാമി എടുത്ത് മാറ്റി. സ്വാമി ഇപ്പൊ മാറ്റിയില്ലെങ്കിൽ ഞാൻ തഹസിൽദാർ മുതൽ എല്ലാവരെയും വിളിക്കും, നിയമപരമായിട്ട് ഇതിനൊക്കെ ചെയ്യും. അതിനെക്കാട്ടി നല്ല നിങ്ങൾ എടുത്തു വെക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറയാം. ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ളവരെ നിങ്ങൾ കടക്കകത്തുനിന്ന് കച്ചവടം ചെയ്യുന്നത്. ഇവിടെ കച്ചവടം ചെയ്യാന്ന് വെച്ചിട്ടാണോ നിങ്ങൾ കടയെടുക്കുന്നത്? അതൊന്നും എൻ്റെ വിഷയമല്ല സ്വാമി. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് സ്വാമി. സ്വാമിക്ക് തന്നിരിക്കുന്ന നിശ്ചിത സ്ഥലത്ത് വെച്ച് സ്വാമിക്ക് കച്ചവടം ചെയ്യാം. അല്ലാതെ പുറത്ത് ഇങ്ങനെ ഇട്ട് തുറന്നു വെച്ചിട്ടും പുറത്ത് ഇങ്ങനെ ഇട്ട് സ്വാമി വരെ തെറിവണ്ടും കച്ചവടം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എടുത്തു വെക്കൂ. വളരെ സിമ്പിളാണ് സ്വാമി, വളരെ സിമ്പിൾ. ഇല്ല, മാറ്റാദ്യം, എന്നിട്ടേ നമ്മൾ പിന്നെ വർത്തമാനത്തിനുള്ളൂ. അല്ല, നിങ്ങൾ അതിന് ഇല്ലീഗലായിട്ട് നിന്ന് ഞാൻ എന്തിനു കേൾക്കണമെന്ന്? ഉറപ്പായിട്ടും ഈ സ്ഥലം നിങ്ങളതാണോ? ഈ സ്ഥലം നിങ്ങൾക്ക് കട അളന്ന് കാണുന്നതാണോ? ചോദിക്കും. ജഡ്ജി വന്നപ്പോൾ നിങ്ങൾ എടുത്ത് അകത്ത് വെപ്പിച്ചിട്ടാ പോയത്. ജഡ്ജി വന്നിട്ട് നിങ്ങൾ അകത്തെടുത്ത് വെച്ചിട്ടാ പോയത്. അതെ, അത് എടുത്തു വെക്ക്. ഞാനും അതാ പറയുന്നത്, എടുത്തു വെക്ക്. നിങ്ങൾക്ക് എന്താ നിയമം അനുസരിക്കാൻ മടി? നിങ്ങൾക്ക് എന്താ നിയമം അനുസരിക്കാൻ മടി? ഞാൻ ജഡ്ജിയോട് ചോദിച്ചോളാം. ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞോളാം. അന്ന് ഇതെന്തായാലും എടുത്ത് അകത്ത് വെക്ക്. എനിക്ക് തന്നെ, ഞാനാ പരാതിക്കാരനെ, എനിക്ക് തന്ന മറുപടി എല്ലാം എടുത്ത് അകത്ത് വെപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഇല്ല, നിങ്ങൾക്ക് സ്പെഷ്യൽ, നിങ്ങളുടെ സ്റ്റാൾ നമ്പർ എത്രയാ? 140. അല്ല, പറ സ്റ്റാൾ നമ്പർ പറ. എനിക്ക് അറിയില്ലെന്ന്. വീട് ഇപ്പൊ ഇത്ര പാടുള്ള സ്റ്റാൾ, എനിക്ക് ഏതാ സ്റ്റാൾ നമ്പർ എന്ന് അറിയാം. അങ്ങനെ നിങ്ങൾ സ്റ്റാൾ നമ്പർ പ്രദർശിപ്പിച്ചിട്ടില്ല. കച്ചവടം എടുത്തല്ലോ നല്ലെന്ന്. നിങ്ങളെടുത്ത് അകത്ത് വെച്ച് കച്ചവടം ചെയ്തോന്ന് പറഞ്ഞില്ലേ? നിങ്ങളെടുത്ത് അകത്ത് വെച്ച് കച്ചവടം ചെയ്തോളാം. ഇതേപോലെ പുറത്ത് വെച്ച് കച്ചവടം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വന്ന് പുറത്ത് വെച്ച് കച്ചവടം ചെയ്യാൻ വേണ്ടി പറ്റില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള എല്ലാ കടയും എടുപ്പിക്കും. ഒരു സംശയവും വേണ്ട. എല്ലാ കടയും എടുപ്പിക്കും. നിങ്ങൾ ധൈര്യമായിട്ട് എടുപ്പിച്ചോന്ന്. എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന എല്ലാ കടയിലും ഞാൻ പറയും അത് എടുപ്പിക്കും. അതിലൊരു സംശയവും വേണ്ട. നിങ്ങളെടുത്ത് അത് കൃഷ്ണകുമാറേട്ടനോടല്ലേ പറയുന്നത്. എന്റെ പ്രശ്നം സ്വാമിമാർക്ക് നടക്കേണ്ട വഴിയിൽ ഇതേപോലെ വേസ്റ്റ് വിട്ട് നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അളന്ന് തന്ന സ്ഥലത്ത് നിങ്ങൾ കച്ചവടം ചെയ്യാം. നിങ്ങൾക്ക് അളന്ന് തന്ന സ്ഥലത്ത് നിങ്ങൾ കച്ചവടം ചെയ്യുന്നത്. നിങ്ങൾക്ക് അത്തുവിനെതിരെ പരാതി ഉണ്ട്, നിങ്ങൾ അത്തുവിനെതിരെ പരാതി കൊടുക്കും. എനിക്കുണ്ട്. എനിക്ക് ഇവിടെ വെച്ച് ഇങ്ങനെ കൊടുക്കുമ്പോൾ സ്വാമിമാർക്ക് നടക്കേണ്ട വഴിയാണ്, സ്വാമിമാർക്ക് ഇരിക്കേണ്ട വഴിയാണ്. അതിനകത്ത് വേസ്റ്റും വെച്ച് ചെയ്യുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് നിയമാനുസൃതമായി നിങ്ങൾക്ക് എഴുതി തന്ന നിങ്ങൾ കടയാളത് നിങ്ങൾ കച്ചവടം ചെയ്തോ, ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് എടുത്ത് അകത്ത് വെച്ച് കച്ചവടം ചെയ്തു. ആരാ കച്ചവടം ചെയ്യേണ്ട പറയുന്നത്? ഇങ്ങനെ വെച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സ്വാമിമാർക്കും അയ്യപ്പന്മാർക്കും ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ കച്ചവടം ചെയ്യാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾക്ക് നിയമാനുസൃതമായി തന്ന സ്ഥലത്ത് കച്ചവടം ചെയ്യുന്നേ, എടുത്ത് അകത്ത് വെച്ച് കച്ചവടം ചെയ്യും. ഇത് ഇരിക്കേണ്ട ആൾക്കാർക്കൊക്കെ നിങ്ങൾക്ക് കയ്യേറി കച്ചവടം ചെയ്യാനാ പിന്നെ ലേലം വിളിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് സ്ഥലം അളന്ന് തരേണ്ട കാര്യമില്ലല്ലോ. എല്ലാം നിയമപരമായിട്ട് നടന്നാൽ മതിയെന്നേ. അതുകൊണ്ട് എടുത്തു വെക്ക്. എന്നിട്ട് കച്ചവടം ചെയ്യും. നിങ്ങൾക്ക് അനുവദനീയമായ സ്ഥലത്ത് നിങ്ങൾ കച്ചവടം ചെയ്യും. ഒരു ഇതുമില്ല. മിടുക്ക തന്നെയാ. എനിക്ക് മിടുക്കന്നെയാ. ഏതാ അത്? നിങ്ങൾ പത്തനംതിട്ടയല്ല, നിങ്ങൾ എവിടുത്തെ ആയിരുന്നാലും എനിക്കൊരു വിഷയമില്ല. നിങ്ങൾ എവിടുത്തെ ആയിരുന്നാലും എൻ്റെ വിഷയം അതല്ല. നിങ്ങൾ ഇങ്ങനെ ഞാൻ ചെയ്യാൻ വിടൂല. ഇതിങ്ങനെ ചെയ്യാൻ വിടൂല. നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത്, നിങ്ങൾക്ക് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ കച്ചവടം ചെയ്തോ. നിങ്ങൾക്ക് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ കച്ചവടം ചെയ്തോ. അല്ല, അത് ഞാൻ സ്പെഷ്യൽ കമ്മീഷൻ നിങ്ങൾക്ക് സ്പെഷ്യൽ പെർമിഷൻ തന്നിട്ടുണ്ടോ ചോദിച്ചതിന് ശേഷം ഞാൻ പറയാം. സ്പെഷ്യൽ കമ്മീഷനോട് ഞാൻ സ്പെഷ്യൽ പെർമിഷൻ തന്നിട്ടുണ്ടോ ചോദിക്കണമല്ലോ. അത് ഞാൻ ചോദിച്ചിട്ട് പറയാം. അതും എടുത്തു മാറ്റാം. ഇല്ല, അത് പറ്റൂല. ഭക്തർക്ക് ഉപദ്രവമാവുന്ന രീതിയിൽ പറ്റൂല. നിങ്ങൾക്ക് ഇത് നടന്നു പോകേണ്ട സ്ഥലമാണ്, അതിനകത്ത് ഇരിക്കേണ്ട സ്ഥലമാണ്. അവിടെ വെച്ച് കച്ചവടം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എടുത്ത് പുറത്തിടുന്നേ, ഉറപ്പായിട്ടും ചെയ്യും. അതിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. പരമ്പരാഗത പാതയിലൂടെ സന്നിധാനത്തേക്ക് കയറിപ്പോകുമ്പോൾ റെസ്റ്റ് ഷെഡുകൾക്ക് 7-നും 8-നും ഇടയിലുള്ള 3 കടകളാണ് ഇപ്പറഞ്ഞ അബ്ദുൽ ഖാദറിന്റെ ഉടമസ്ഥതയിലുള്ളത്. ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു കട മാത്രമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. എന്നാൽ തൊട്ടടുത്ത് തന്നെ പ്രവർത്തിക്കുന്ന ബാക്കി 2 കടകളും ഇയാളുടെ ബന്ധുക്കളുടേതാണ്. ഉടമസ്ഥന്റെ പേര് മാത്രം വ്യത്യാസം.
റെസ്റ്റ് ഷെഡുകൾ 7-നും 8-നും ഇടയിലുള്ള 140-ാം നമ്പറും 149-ാം നമ്പറും കൂടാതെ മറ്റൊരു കടയുമാണ് ഇയാൾ കച്ചവടം നടത്തുന്നത്. ശബരിമലയിലേക്ക് കയറി പോകുമ്പോൾ ഇടത്ത് സൈഡിൽ 2 എണ്ണവും വലത്ത് സൈഡിൽ 1 കടയുമാണ് ഇത്. അവിശ്വാസികളായ ഇവർ ഇത്തവണയും അയ്യപ്പന്മാർക്ക് നടന്നു പോകുന്ന വഴിയിലേക്ക് കയറ്റിയാണ് കച്ചവടം നടത്തുന്നത്. അത് ചോദിക്കാൻ ചെന്നാൽ തീർത്തും ധാർഷ്ട്യം നിറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ചെയ്യടാ എന്ന വെല്ലുവിളിയും. കഴിഞ്ഞ തവണ പ്രശ്നമുണ്ടാക്കി അയ്യപ്പന്മാരെ വെല്ലുവിളിച്ച് തെറിവിളിച്ച അതേ ആൾ തന്നെ ഇത്തവണയും അതിനപ്പുറം ധാർഷ്ട്യത്തിൽ ഇവിടെ തന്നെ കച്ചവടം നടത്തുന്നു. ഇത്തരം കച്ചവട ലോബികൾക്ക് ആരാണ് കടിഞ്ഞാണിടുക? ശബരീശ സന്നിധിയിലെ ഈ അഴിഞ്ഞാട്ടത്തിന് ആർക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധിക്കും?